ദീപം 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 ദീപം. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. മോനെ കുട്ട, ഈ സമയത്ത് ഫോൺ നോക്കാതെ അച്ഛമ്മയുടെ കൂടെ 2 നാമം ജപിക്കോ. ഓ, ഇതെന്തിരിപ്പത്? വേം പോയിരുന്ന് പഠിക്കേ. മോളെ, മോനോട് ഇത്തിരി നേരം നാമം ചൊല്ലാൻ പറയോ. എന്റെ അമ്മേ, ഇവർക്ക് എത്രയാണെന്നോ പഠിക്കാനുള്ളത്? അപ്പോ നീ വരുന്നുണ്ടോ ഇല്ലയോ? ആ ഫോൺ ഇങ്ങോട്ട് തന്നെ. ഞാൻ പഠിക്കാമ്മേ, കുറച്ചു നേരം ഫോൺ നോക്കട്ടെ. നമ്മൾ എന്ത് പറഞ്ഞാലും ഒരു വിലയില്ല. കുറച്ചു നേരം നാമം ചൊല്ലാനേ പറഞ്ഞോളൂ. എൻ്റെ മീനാക്ഷി, ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കേണ്ടെന്ന്. അവർ നമ്മുടെ കാലത്ത് തന്നെയല്ലോ ജീവിക്കുന്നത്. ഒന്നും മിണ്ടാതിരിക്കുന്നത് നല്ലത്. അപ്പോ നീ ABCD എഴുത്. എനിക്ക് ABCD എഴുതാൻ അറിയാമേ. അറിയാന്നുണ്ടെങ്കിൽ ഒന്ന് എഴുതി കാണിച്ചതാ. എനിക്ക് അറിയാന്ന് പറഞ്ഞാൽ മതി, എഴുതി കാണിച്ചു തരണ്ടേ? ഷോ, എനിക്കറിയാമേ, ഞാൻ എഴുതിക്കോളാം. എഴുതണ നീ, ഇത് എഴുതണ നീ ശരിയാക്കി തരാം. ചെവി ഞാൻ ശരിയാക്കി തരാട്ടോ നിനക്ക്. എന്റെ ചെവിന്ന് വിടമ്മേ, എനിക്ക് വേദന എടുക്കണ്ട്. എന്നെ അടിക്കല്ല അമ്മേ, എനിക്ക് വേദന എടുക്കണ്ട്. എന്താ ഇത്? ഇങ്ങനെ തല്ലി പഠിപ്പിച്ചിട്ട് എന്താക്കാനാ? അവര് പഠിപ്പിക്കട്ടേ. അച്ഛമ്മേ, ഈ അമ്മ എന്നെ അടിക്കാൻ വരുന്നു. എനിക്കിപ്പോ പഠിക്കണ്ട. എന്തിനാ മോളെ കുട്ടിയെ ഇങ്ങനെ തല്ലി പഠിപ്പിക്കണത്? അമ്മയ്ക്കത് പറഞ്ഞാ മതി. ഇവന് മാർക്ക് പറഞ്ഞാലേ എനിക്ക് അതിന്റെ നാണക്കേട്. നാണക്കേടോ വിഷമമല്ല വേണ്ടത്. അതെ, സ്കൂളിൽ പോയിട്ട് ഞാനാണ് നാണം കെട്ടണത്. ഇങ്ങോട്ട് വാടാ ഇങ്ങോട്ട്. ഇങ്ങോട്ട് നീങ്ങിയിരുന്ന് എന്നെ ഒന്ന് സഹായിക്കോന്നേ. വയസ്സായിപ്പോ എന്നെ ആർക്കും വേണ്ടാണ്ടേ. അങ്ങനെ ചിന്തിക്കല്ലേ മനുഷ്യ. നമ്മൾ പുതിയ തലമുറക്കാരുടെ കൂടെയല്ലേ ജീവിക്കണത്. എല്ലാത്തിലും തുല്യത എന്നല്ലേ ഇപ്പോഴത്തെ മുദ്രാവാക്യം. മോനെത്തിലോ. എന്താ മോനെ, നീ ഇന്ന് വൈകിയോ? നേരത്തെ വന്നിട്ട് എന്തിനാ? ഇവിടുത്തെ ഇടിയും കുത്തും കാണാനല്ലേ. നീ അവളോട് പറയേ, എന്തിനാ ഇങ്ങനെ ബഹളം വെച്ച് പഠിപ്പിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു മടുത്തോന്നേ. മതി, നീ പോയിട്ട് അവനെന്തെങ്കിലും കഴിക്കാൻ കൊടുക്ക്. कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते. उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्धिकम्. कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते. ലതേ, നീ അവിടെ എന്തെടുക്ക? ഒരു ഗ്ലാസ് ചായ തരൂ. ദേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട രാവിലെ തന്നെ. എന്നാ നിങ്ങൾ പോയി ദോശയോട്, ഞാൻ ചായ ഉണ്ടാക്കാം. അയ്യോ, എനിക്കൊന്നും വേണ്ടേ. എന്തേ, ആണെങ്കിൽ ദോശയുടെ വേവില്ലേ? അല്ല പിന്നെ. പഠിച്ചെല്ലാം ഓർമ്മയുണ്ടല്ലോ അല്ലേ മോനെ?
മറക്കാതെ എഴുതണെല്ലാം. ആ എഴുതാം അമ്മേ. വീണ്ടും വീണ്ടും പറയണതേ നിനക്ക് നിന്റെ അച്ഛന്റെ ബുദ്ധിയാ, അതാ. ഓ, നിന്റെ ബുദ്ധിയെ കുറിച്ച് പിന്നെ പറയാതിരിക്കുക നല്ലത്. മോനെ മുത്തശ്ശിയോട് മുത്തശ്ശനോട് പറഞ്ഞോ പോവാന്ന്? ആ ഞാൻ പറഞ്ഞോളാം അച്ഛാ. ഓ, ഇനി അവരോട് പറഞ്ഞിട്ട് വേണല്ലോ സ്കൂളിൽ പോവാൻ. എൻ്റെ ലതേ, കുറച്ച് ബഹുമാനമൊക്കെ ആ കുട്ടികളെ പഠിപ്പിക്കും. അതിന് നീ മതി മതി, നിർത്ത്. ആരാ? ഞങ്ങൾ ലതയുടെ കൂട്ടുകാരാണ്. ലത ഇല്ലേ ഇവിടെ? ഉണ്ട്. എല്ലാവരും ഇരിക്കൂ. ലതേ. ഓ, എന്തെങ്കിലും ചെയ്യാൻ സമ്മതിക്കോ? എന്താമ്മേ? ആ, നിങ്ങളെപ്പെത്തി? വരൂ, ഇരിക്കൂ എല്ലാവരും. അമ്മ ഇവിടെ നിന്ന് ബുദ്ധിമുട്ടണ്ട. അമ്മ അകത്ത് പോയി ഇവർക്ക് ചായ വെക്കൂ. എന്താടി, നിന്റെ അമ്മായിമ്മ പ്രശ്നക്കാരിയാണോ? ഇവളുടെ അടുത്തോ? പിന്നെന്തൊക്കെയുണ്ട് വിശേഷം നിന്റെ? അപ്പൊ സ്കൂളിൽ പോയി തുടങ്ങിയോ? പോയി തുടങ്ങി. നീ ജോലിക്കൊന്നും നോക്കണില്ലേ? എങ്ങനെ പോവാനാ ജോലിക്ക്? ഇവിടെ രണ്ടാണല്ലേ, ഒരു സ്ഥലത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല മനുഷ്യന്. നീ ഇത്രയ്ക്കധികം പഠിച്ചേ പിന്നെ എന്തിനാ വീട്ടിലിരിക്കാനാണോ? എന്ത് ചെയ്യാനാടി, എൻ്റെ വിധി. സാരല്ലേ, പോട്ടെ. ആ മോളല്ലേ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ മോളെ. നിന്റെ സ്വഭാവം വെച്ച് നീ എല്ലാവരെയും നിന്റെ വഴിക്ക് ആക്കിണ്ടാവല്ലോ. അതെ അതെ. ആ, ശ്രമം നടക്കട്ടെ. നിന്റെ വലിയ ആഗ്രഹം നിനക്ക് സാധിക്കാത്തത് മക്കളിലൂടെ നേടണമെന്നല്ലേ? അതിനിപ്പൊ തന്നെ പരിശ്രമം തുടങ്ങിക്കോട്ടെ മോളെ. അത് ശരിയാ, കൈവിട്ടാ പിന്നെ പിടിച്ചാ കിട്ടില്ല. അതിന് ഇനി എന്റെ ശ്രമം. ലതേ, ഞങ്ങൾ ഇറങ്ങട്ടെ, ഒരു അത്യാവശ്യമുണ്ട്. ഇതിലെ വന്നപ്പോ ഒന്ന് കേറിയെന്നേ ഉള്ളൂ. ഓ ശരി, ഇടയ്ക്ക് ഇങ്ങോട്ടേക്ക് ഇറങ്ങണേ. അവര് പോയി, എന്ന് നിങ്ങൾ തന്നെ കുടിച്ചോ. എന്ത് സ്വഭാവല്ലേ ഇത്? മുതിർന്നവരോടൊരു ബഹുമാനവും ഇല്ലാണ്ട്. ഇനി ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. മുതിർന്നവരോടുള്ള പരിഗണനയൊന്നും ഇനിയുള്ള കാലം ഉണ്ടാവില്ല. നീ ആ ചായ കുടിക്ക്. ആ ദേ, തൻ്റെ കൂട്ടുകാരത്തി വന്നല്ലോ. അതിന് നിങ്ങൾ സംസാരിക്കേ. ആ, വരൂ വരൂ, ഇരിക്കോ. എത്ര നാളായി നമ്മൾ കണ്ടിട്ട്. ആ, കാണണമെന്ന് കുറേ നാളായി ഞാനും കരുതുന്നു. പക്ഷേ ഇന്ന് ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പുറത്തു പോയതാ. അപ്പോൾ ഈ കറുത്ത അലുവ കണ്ടു. തനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതല്ലേ, അതുകൊണ്ട് കുറച്ച് വാങ്ങിയതാ. ദാ വാങ്ങിച്ചോളൂ. അതൊക്കെ ഒരു കാലം. ഇപ്പം അങ്ങനെ ഇഷ്ടവും ഇഷ്ടക്കേടൊന്നുമില്ല. എന്താ ഇപ്പം അങ്ങനെ ഒരു വിഷമം? വയസ്സ് എത്ര ആയാലും ഇഷ്ടം ഇഷ്ടക്കേട് എന്നൊക്കെ ഉണ്ടോ? ജീവിതം ഇപ്പം അങ്ങനെയൊക്കെയാ. മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയില്ലേ. ഓ, അതെല്ലാവർക്കും ഉള്ളതല്ലേ. താൻ എന്നെ നോക്ക്. എനിക്ക് ദൈവം 2 മക്കളെ തന്നു. എന്നിട്ട് എന്നെ നോക്കപ്പോൾ ആരെങ്കിലും ഉണ്ടോ? അവരവരുടെ കാര്യം നോക്കി ഓരോ രാജ്യത്ത്. അത് വിചാരിച്ച് കരഞ്ഞിരുന്നാൽ അതിനേ നേരം കാണൂ. എന്നാലും താൻ ഇത്രയ്ക്കൊക്കെ മാറിയാ? നമുക്കിനി കുറച്ച് കാലമല്ലേ ഉള്ളൂ. ഉള്ള കാലം സന്തോഷത്തോടെ ജീവിച്ച് തീർക്കാം. അല്ലാണ്ട് അവരങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞിരുന്നാൽ എന്താ കാര്യം? അയ്യോ, തനിക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? അയ്യോ വേണ്ട വേണ്ട, ഞാൻ ഇറങ്ങാടോ. ആ സന്തോഷമായിരിക്കും കേട്ടോ. എന്താടാ അത്ര വിഷമം?
എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നം? ഏയ്, സാമ്പത്തിക പ്രശ്നമൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്തു തീർക്കാം. ഇത് എന്താടാ പ്രശ്നം? വീട്ടിലെ ഒരു സ്വസ്ഥതയില്ലാത്ത പോലെ, എപ്പോഴും തിക്കും തിരക്കും. കുട്ടികൾ, അച്ഛൻ, അമ്മ, ഇവരുമായി ലതയ്ക്ക് ശരിയായിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്ത പോലെ. കാര്യം നിസാരമാണെങ്കിലും കുറച്ച് പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. ഏടാ, ഇത് നിൻ്റെ മാത്രം പ്രശ്നമല്ല, ഏകദേശം എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയാണ്. ഇതിനൊരു പരിഹാരമില്ലടാ. അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ എനിക്കെന്തോ ഒരു വിഷമം പോലെ. അതൊരു വിഷമല്ലടാ. ഇപ്പോൾ അവർക്കറിയാം ഇതിലും വലുതാണ് പല സ്ഥലത്തും നടക്കുന്നതെന്ന്. അവരെന്തും കേട്ട പാവം നടിക്കാത്തവരാണ്. എന്നാലും ചിലപ്പോൾ അവരൊന്ന് പൊട്ടിത്തെറിച്ചാലേ എല്ലാം കഴിഞ്ഞു. അന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോവാ നല്ലത്. നീ ഇടയ്ക്കിടയ്ക്ക് നോക്കിയേ, അവരെ പോലെ പുറത്തുകൊണ്ട് പോവാം. അപ്പോൾ ഇതൊന്ന് റിലാക്സ് ആവും. അത് ഞാനും ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അധികം സമയം കളയണ്ട, ഇപ്പം തന്നെ പൊക്കോളൂ. എന്നാ ഓക്കെടാ, കാണാം. എന്താടോ, എന്ത് പറ്റി? കാപ്പി കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് കാപ്പി എവിടെ? കാപ്പി കുറച്ച് കഴിഞ്ഞ് തരാം. എന്ത് പറ്റിയടോ? നമ്മളിവിടെ ഒരു അധികപ്പറ്റാണോ എന്നൊരു സംശയം എനിക്ക്. നമുക്കൊരു മോനുണ്ടായപ്പോൾ എത്ര സന്തോഷത്തോടെയാണ് നമ്മൾ അവനെ നോക്കി വളർത്തിയത്. അവൻ വളർന്നു വലുതായി അവനൊരു കൂട്ടുണ്ടാക്കി കൊടുത്തു. പക്ഷേ അതവനൊരു ഭാരമാകുമോ എന്നാണ് എനിക്കൊരു പേടി. എടോ, കാലം മാറി. നമ്മുടെ കാലം എന്നാൽ എനിക്ക് എന്തെങ്കിലും പറ്റിയ നിനക്കും, നിനക്കെന്തെങ്കിലും പറ്റിയാൽ എനിക്കും വേദനിക്കുന്ന കാലമാണ് ഇത്. അതിന് ചെറിയ മാറ്റം. അവനെന്തെങ്കിലും പറ്റിയാൽ അവൾ പറയും അയാളുടെ കയ്യിലിരിപ്പുകൊണ്ടാണ്. ബന്ധങ്ങളുടെ ആഴം കുറഞ്ഞു. പിന്നെ ഭർത്താവിനോടില്ലാത്ത സ്നേഹം നമ്മളോടുണ്ടാവോ? എന്നാലും നമ്മുടെ മോനെ അവൾ നോക്കിയാൽ മതി. നോക്കാതെ എവിടെ പോവാൻ? കാലം എല്ലാം പഠിപ്പിക്കും. ലതേ, എന്തിനാ കൂവി വിളിക്കണത്? ചത്തിട്ടൊന്നുമില്ല, ഇവിടെ ഉണ്ട്. നിന്റെ വായന്ന് നല്ലതൊന്നും വരില്ലേ? ഓ, മോനെന്തിയേ? അവൻ ഭക്ഷണം കഴിച്ചിട്ട് ഇതേ പഠിക്കാനിരിക്കുക. എന്തിനിത്ര ക്രൂരത? ഇപ്പൊ സ്കൂളിൽ നിന്ന് വന്നല്ലേ ഉള്ളൂ, കുറച്ചു നേരം കളിക്കട്ടെ. നിങ്ങളും തുടങ്ങിക്കോ. ഇനി നിങ്ങളുടെ അമ്മയ്ക്ക് നല്ലത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാനവിടെ പഠിപ്പിക്കാനും ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്യാൻ എത്ര നിറയെ കഷ്ടപ്പെടുന്നത്. എന്നെ വെറുതെ ചൊറിയാൻ നിൽക്കണ്ട നിങ്ങള്. എന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കാനോ എന്നെ വിളിച്ചു പോയത്? അതിനെന്തേലും പറയാൻ വന്ന സമ്മതിക്കില്ലല്ലോ. എന്നാ പറയെന്നാ. നമുക്കൊന്ന് പുറത്തു പോയാലോ? ഒന്ന് കറങ്ങിയിട്ട് വരാം. ഇതെപ്പ തന്നെ പോവാം. അയ്യോ, ഞാനില്ലേ. നിനക്കിത് എന്തല്ലേ? വേണ്ട, പോണ്ട. ഇവിടെ വേറെ രണ്ടുപേരും കൂടി ഉണ്ടല്ലോ. പിന്നെ മിഥുനും സിനിമയിലെ പോലെ പോകാനൊന്നും ഞാനില്ല. നീ ഇങ്ങനെ ചിന്തിക്കല്ലേ, അവരൊന്നും വരില്ല. നീ റെഡിയാവും, നമുക്ക് പോവാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഓക്കെ.
ദേവാ ദേവാ. ഹാ, നീ എന്താ ഇവിടെ? ആ, ഒരു ഷോപ്പിങ്ങിന് വന്നതാ. ഒറ്റയ്ക്കാണോ? ഏയ്, ഫാമിലി ഉണ്ട് അവിടെ. എന്തായി നീ പുറത്തു പോയിട്ടത്? സംഭവം ഏറ്റോ? ഓ, മഹാസംഭവമായിരുന്നു എൻ്റെ വീതി. എടാ, നീ ശ്രദ്ധിച്ചോളോ. ഭാര്യ എന്ന് പറഞ്ഞ ആദ്യ ദിനത്തിൽ പാദത്തിൽ എത്തി നിൽക്കും. കുറച്ച് വർഷം കഴിഞ്ഞാൽ അവർ കയറി മുട്ടുവരെ എത്തും. വർഷം കഴിയുന്തോറും മുകളിലോട്ട് കയറി കയറി തലയിലെത്തി നിൽക്കും. അതാണ് ഒരു ഭർത്താവിൻ്റെ അവസ്ഥ. ശ്രദ്ധിക്കണേ. ഇവിടെ തല തന്നെ പോയിരിക്കാൻ. ആ ദേവാ, എന്തൊക്കെയുണ്ട് വിശേഷം? ഒറ്റയ്ക്കുള്ളോ? ഹായ്, ദേവനോ? മോൻ്റെ അച്ഛനും അമ്മയും എന്ത് പറയുള്ളൂ? അമ്മേ, സുഖമായിരിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം അച്ഛനെ ട്രഷറിയിൽ വെച്ച് കണ്ടിരുന്നു. ഓ, ഇവർ പഴയ കൂട്ടുകാരല്ലേ? മോനെ, ഭാര്യയും മോളൊക്കെ എന്ത് പറയണു? അവർക്കൊക്കെ സുഖല്ലേ? അവരോടൊക്കെ അന്വേഷിച്ചതായി പറയണേട്ടോ. അച്ചാച്ചാ, അച്ഛമ്മ, നമുക്ക് വാ പോവാ. എത്ര നേരായി. എന്നാ ശരി, പിന്നെ കാണാട്ടോ. വരൂ വരൂ. ആ, ദേ വരുന്നു മോളെ. ആ, മോൾക്ക് നിങ്ങളെയൊക്കെ കാര്യം അവരോടാണല്ലേ? എപ്പോഴും അവരുടെ കൂടെയാ. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിലധികം സംസ്കാരം പകർന്നു കൊടുക്കാൻ അവർക്കേ കഴിയൂ. നമ്മളെ അവർ വളർത്തിയതിനേക്കാൾ 10 ഇരട്ടി സ്നേഹത്തിലാ അവർ നമ്മുടെ മക്കളെ വളർത്തുന്നത്. കാണുമ്പോൾ സന്തോഷം. അതന്നെയാ വേണ്ടത്. അച്ഛ, അമ്മ, നമുക്ക് പോവാ. വാ. എന്നാ ഞങ്ങൾ നീങ്ങട്ടെ, പിന്നെ ഒരുമിച്ച് കൂടാം. കാണാട്ടാ. എന്തൊക്കെയായിരുന്നു വിശേഷം? ഇതുപോലെ ഒത്തുകൂടിയിട്ട് എത്ര നാളായി? ദേവൻ എപ്പോഴാണ് വരിക? ആ, ദേടാ, ഞാനെത്തി. ഞങ്ങളെത്തിയിട്ട് കുറേ നേരമായി. എടാ ഗിരീഷേ, നീ എന്നാ നല്ലൊരു പാട്ട് പാട്. കുറച്ച് നേരമായി നീ വയലും പിടിച്ചിരിക്കുന്നു. എന്നാ ഒരു കൈ നോക്കാല്ലേ? നീ നോക്കടാ, മനസ്സൊക്കെ ഒന്ന് ശരിയാട്ടെ. വീട്ടിലൊക്കെ മൊത്തം പ്രശ്നമാണ്. നിനക്കെന്ത് പ്രശ്നടാ? കാര്യം നിസാരാണ്, എന്നാൽ പ്രശ്നം ഗുരുതരും. എനിക്കാണോ അത് ഭാര്യയ്ക്കാണോ പ്രശ്നം അറിയില്ലേ? ഞങ്ങളോട് സെറ്റാവണില്ലേടാ. അതൊന്നും കണ്ടില്ല നടിക്കുന്നേ. ജീവിതം അങ്ങനെയാണ്. അല്ലാണ്ട് ഇപ്പൊ വേറെ നിവൃത്തിയൊന്നുമില്ലല്ലോ. കെട്ടാത്തവനാ അതിന്റെ ദുഃഖം, കെട്ടിയവനല്ല അതിന്റെ ദുഃഖം അറിയുള്ളൂ. ഏതോ ഒരു മായാലോകത്തെ മോനെ ജീവിക്കണേ. എന്താ ഇപ്പം അതൊന്നും പറയാൻ പറ്റില്ലട്ടാ. കാലൊക്കെ മാറി മോനെ. എവിടെയും പെണ്ണിനല്ലേ സ്ഥാനം. സ്വന്തമായിട്ടൊരു റേഷൻ കാർഡും കൂടി ഇല്ലാത്ത ടീംസാണുള്ളത്. ഉണ്ടായിരിക്കണം നല്ലത് എന്ന് ഞാൻ മനസ്സിലാക്കി തുടങ്ങി. ആണ്ടിലൊരിക്കലേ ദേ ഇതുപോലെ ഒത്തുകൂടുന്നത്. അപ്പോൾ രണ്ടുപേർക്കും പരാതിയും പരിഭവം മാത്രമേ ഉള്ളൂ. വാ, ഞാനൊരു പാട്ട് പാടാം. ഓർമ്മകൾ വേരോടും ഈ നല്ല തീരത്തോ ഓടിക്കളിച്ചില്ലേ നമ്മൾ, ഒന്നിച്ചുറങ്ങിയില്ലേ, ഒന്നിച്ചുണർന്നില്ലേ, ഒന്നറിഞ്ഞില്ലേ നമ്മൾ. എന്നാലും ഈ നമ്മൾ പിരിയണമെന്നാലോ കയ്യൊപ്പു നൽകാതെ വിട ചൊല്ലുമെന്നാലോ മറന്നൊന്നു പോകാനാകുമോ? ഓർമ്മകൾ വേരോടും ഈ നല്ല തീരത്തോ ഓടിക്കളിച്ചില്ലേ നമ്മൾ.
ഇത് നീ ഇരുന്ന് എഴുതടാ നീയേ, ഇത് എഴുതു നീയേ. ഇത് പിന്നെ ഏതാ അമ്മേ? ഞാൻ പറയണത് നീ മര്യാദക്ക് ചെയ്തോ. ആ, അമ്മമാർ പറഞ്ഞ മക്കൾ കേൾക്കണം. അങ്ങനെയാണെങ്കിലേ അച്ഛമ്മ പറയുന്നത് അമ്മ ഒന്നും അനുസരിക്കുന്നില്ലല്ലോ. ആഹാ, എന്താടാ നീ പറഞ്ഞത്? അധിക പ്രസംഗി. നിന്നെ ഞാൻ ശരിയാക്കി തരണ്ട്, നിക്കണോടെ. ലതേ, നീ ഇങ്ങനെ അടിച്ചുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. കുട്ടികൾ കണ്ടുപിടിക്കണമെന്ന് എന്നും അവരുടെ മനസ്സിലുണ്ടാവും. അത് നിനക്ക് ഓർമ്മ വേണം. നമ്മൾ രക്ഷിതാക്കൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാവും നമ്മുടെ മക്കളും. അതിനുള്ള തെളിവാണ് ഇപ്പോൾ അവൻ്റെ വായിൽ നിന്ന് വന്നത്. അത് നീ മറക്കണ്ട. സംസ്കാരം എന്നുള്ളത് വീട്ടിൽ നിന്ന് തന്നെ പഠിക്കണം. അത് മറ്റുള്ളവരെ പഠിച്ചിട്ട് കാര്യമില്ല. ദേവൻ പറഞ്ഞതിലും കാര്യമുണ്ട് മോളെ. നമുക്ക് അവനെ നല്ല സംസ്കാര സമ്പന്നനായി തന്നെ വളർത്താം. ഇവൻ ഇവിടെ മുത്തല്ലേ, നമുക്ക് എല്ലാവർക്കും കൂടി ഇവരെ നല്ല ഉയരങ്ങളിലേക്ക് എത്തിക്കാം. എനിക്കെൻ്റെ തെറ്റ് മനസ്സിലായി. ഞാൻ ഒരാളിങ്ങനെ വലുതാണെന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. ജീവിതം എന്ന നമ്മുടെ കുടുംബത്തിലെ എല്ലാവരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ സ്വർഗത്തിന് തുല്യമാവാൻ പറ്റുള്ളൂ. എന്താ, അങ്ങനെയല്ലേ? ഇന്നത്തെ ഈ കലാസന്ധ്യ ശ്രീശങ്കരയുടെ 40ാം വാർഷികാഘോഷം ഇവിടെ പരിസമാപ്തി കുറിക്കുകയാണ്. ഇതിൻ്റെ എഡിറ്റിംഗ് നിർവഹിച്ചത് ലക്ഷ്മി ശ്രീജിത്ത്, രചന സംവിധാനം രാഗി ടീച്ചർ, ദേവൻ നിരഞ്ജൻ സി തിലക്, ലത ലക്ഷ്മി ശ്രീജിത്ത്, മുത്തശ്ശൻ ഷാജി ടി ബി, മീനാക്ഷി ഷീജ മുരളി, മകൻ നീരവ് കെ എം, ഗിരീഷ് രബീഷ്, ഗിരീഷിൻ്റെ ഭാര്യ ഷാനിയ സന്ദീപ്, ഗിരീഷിൻ്റെ അച്ഛൻ മധു ടി എസ്, ഗിരീഷിൻ്റെ അമ്മ ശൈലജ എം എൻ, മകൾ ശിവാത്മിക ഗൗരിലക്ഷ്മി, മീനാക്ഷിയുടെ കൂട്ടുകാരി സിന്ധു ഹരികുമാർ, ദേവൻ്റെയും ഗിരീഷിൻ്റെയും കൂട്ടുകാരൻ ഗോകുൽ രാജ്, ലൈലയുടെ കൂട്ടുകാരികൾ ദീപ്തി രാജീവ് വിദ്യ. നിഴൽ